ഇപ്പൊ അമ്മല് ഒറ്റയ്ക്കാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചത് പോലും അച്ഛൻ ചോദിച്ചു എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് പൊക്കോളൂലോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക്, ഇപ്പൊ ഇവിടെ ഓഫീസിൽ വന്നാണെങ്കിലും നമ്മൾ ഒട്ടും ഇതുവരെ വന്നിട്ടില്ല, പുതിയൊരു സ്ഥലത്തേക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? അതെനിക്ക് ആക്ച്വലി നമുക്ക് തോന്നിയതിപ്പോൾ കൊച്ചിയൊക്കെ പോലെ ഇങ്ങനത്തെ നമുക്ക് ക്രൗഡഡ് ആയ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ശരിക്കും നമ്മൾ ടെൻഷൻ ആവുക, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നതാണ്. പക്ഷെ ആക്ച്വലി കുറേ ആക്സസിബിൾ ആവുന്നത് ഇവിടെയൊക്കെ വരുമ്പോഴാണ്. എനിക്ക് ശരിക്കും പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മളിപ്പോൾ അധികം എന്താ പറയുക ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അധികം ബസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തടത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പം 1-2 പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ എന്നെ കണ്ടാൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല, വിഷ്വലി ഇമ്പേർഡ് ആണ് ഞാനിപ്പോൾ ഒരു ബസ്സിൽ ഇല്ല മനസ്സിലാവില്ല. അതുകൊണ്ട് ബസ്സിലേക്കൊക്കെ കയറുമ്പോൾ ഫോർ എക്സാമ്പിൾ കൺസെഷൻ്റെ എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സീറ്റ് തരാൻ വേണ്ടി ഇപ്പോൾ കണ്ടക്ടർ തന്നെ ആരോടെങ്കിലും ഒന്ന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇയാൾക്ക് എന്തിനാ സീറ്റ് കൊടുക്കണം, ഇയാൾക്ക് എന്താ പ്രശ്നം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ ഈവൻ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ പറയുന്നുണ്ടാവും, ഈ കാണാത്തവരൊക്കെ എന്തിനാ ഈ ബസ്സിൽ വന്ന് കയറുന്നത്, അങ്ങനെയൊക്കെ ചിലർ പറയുന്നൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഒരു പ്രശ്നമല്ലല്ലോ ഇത്, അങ്ങനെ തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫേസിലൊക്കെ എന്നോടായിട്ട് പറഞ്ഞില്ല, അവർ പറയുന്നത് നമുക്ക് കേൾക്കാം, അവർ പറയുന്നത് നമുക്ക് കേൾക്കാമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രശ്നം മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ, ഉണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ. പിന്നെ ചിലവർ പറയാറുണ്ട് പാർട്ടി ഇപ്പോൾ അത്യാവശ്യം റീച്ചായി, അല്ലെ ഇപ്പോൾ ഏതെങ്കിലും എക്സാം നമ്മൾ ക്ലിയർ ചെയ്തു, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ സുഹൃത്ത്, അങ്ങനെ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, അല്ലെ ഈവൻ നാട്ടുകാർ ആരെങ്കിലും, അങ്ങനെ പേരെടുത്ത് പറയാനില്ല, ചിലവരൊക്കെ അവർ പറയാറുണ്ട് ഇപ്പോൾ എന്ത് റീച്ചായി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെ എത്ര വലിയ പോസ്റ്റ്, എത്ര ജോബ്, അല്ലെ ഇപ്പോൾ ഈവൻ സിംഗിങ്ങിൽ തന്നെ സക്സസ് ആയി. ചിലവർ പറഞ്ഞു ഇപ്പം അവൻ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരനായാൽ പോലും എന്താ കാര്യം, കാണാത്തൊരാളല്ലേ എന്ന് പറഞ്ഞൊരു സാധനം. ആ ഒരു അങ്ങനെ വിചാരിക്കുന്ന ആളുകളും ഉണ്ട്.